ജോണിയുടെ ആക്സിഡന്റിനെ പറ്റി ഞങ്ങൾ എത്ര ചോദിച്ചിട്ടും പീറ്ററേട്ടൻ ഒരു അക്ഷരം വേണ്ടിയില്ല. ഞങ്ങൾ കുട്ടികളായതുകൊണ്ടാവും ഒന്നും പറയാതിരുന്നത്. അങ്കിള് ചോദിച്ച ചിലപ്പോൾ ഞാൻ വരട്ടെ. എനിക്കാകെ കൂടി ഉണ്ടായത് എന്റെ പൊന്നുമോനായിരുന്നു. അവൻ മരിച്ചുവെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല പീറ്റർ. എന്റെ ജോണി മരിച്ചത് വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതെങ്ങനെയും എനിക്കറിഞ്ഞേ പറ്റൂ. എങ്കിലേ എന്റെ മനസ്സ് സ്വസ്ഥമാകൂ. പറയൂ, പീറ്ററിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? ഞാൻ പറയാം സാർ. ഹോസ്റ്റലിൽ നിന്നും ബംഗ്ലാവിലേക്ക് പോയ ജോണി ഇവിടെയാണ് ആദ്യം വന്നത്. അന്ന് വളരെ സന്തോഷവനായിരുന്നു ജോണി. കയ്യിൽ വയലിനുമുണ്ടായിരുന്നു. കഴിക്കടി. എന്തു പറ്റി വീട്ടേട്ടാ? ഒന്നും പറയണ്ട ജോണി, രാവിലെ മുതലേ ദേ ഇവിടെ അടുത്തോട്ടാണ്. എന്താ കാര്യം? എന്തോ പറഞ്ഞിട്ട് കേട്ടില്ല. അന്നേരത്തെ ചുണ്ടിക്ക് ദേ കുരങ്ങ എന്റെ കയ്യിൽ മേടിക്കുമെന്നൊരു വാക്കേ അറിയാതെ പറഞ്ഞുപോയി. അതിനെന്താ? അവിടെയല്ലേ കുഴപ്പം. ഇവിടെ നോക്കി കുരങ്ങയെന്ന് വിളിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പത്തൊട്ട് കെറിവിച്ചിരിക്കുക. തിന്നാൻ വിളിച്ചിട്ട് പോലും വരണ്ടേ? അത് പിന്നെ വെറുതെയാണോ? ഇത്രയും നല്ല മുഖത്ത് നോക്കി കുരങ്ങെന്ന് വിളിച്ചാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? വിളിച്ചു പോയില്ലേ, നീ ക്ഷമ ചോദിക്കാനല്ലേ നാവിനോട് തിരിച്ചെടുക്കാൻ പറ്റൂ. വരട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്ത് ചെയ്യും? എവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ എന്താ ഒരു വഴി? പീറ്ററിനൊരു പണി ചെയ്യും. ഇവളെ ഹേമമാലിനിന്നോ സീനത്തമനെന്നോ വിളി. ആ വിളിന്ന് എന്റെ സീനത്തമനല്ലേ? അല്ലെങ്കിൽ പോട്ടെ, ഹേമമാലിനിയല്ലേ? മുഖസ്തുതി പറഞ്ഞാലേ ഈ പെണ്ണെന്നുള്ള വർഗത്തിന്റെ അടുത്ത് രക്ഷയുള്ളൂന്നേ. മണ്ടലെ പാത്തി കേൾക്കും. അതിരിക്കട്ടെ, രാവിലെ എങ്ങോട്ടാ? അതോ, അത് പിന്നെ നിമ്മിയുടെ ബംഗ്ലാവ് വരെ പോകുന്നു. നിമ്മിയുടെ ഡാഡി വിളിച്ചിട്ടാ പോകുന്നത്. അവിടെയുള്ളവരുടെ ദേഷ്യമൊക്കെ മാറി പീറ്ററേട്ടാ. എല്ലാം ഞാൻ അറിഞ്ഞു. രാവിലെ അച്ഛനെ കണ്ടപ്പോ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം നല്ലതിന് തന്നെ. ആ പീറ്ററേട്ടാ, വയലിന്റെ ഒരു സ്ട്രിങ് പൊട്ടി. ആ സ്റ്റീഫൻ ചേട്ടന്റെ കടയിൽ കൊണ്ടുകൊടുത്ത് നന്നാക്കി തരും. ഞാൻ തന്നതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ തിരിച്ചു വരുമ്പോ വാങ്ങിക്കാം. പിന്നെ തിരിച്ചു വരുമ്പോ കാര്യമായിട്ടൊരു ചെലവ് ചെയ്യണം. ഡാഡി എന്നെ വിളിച്ചോ? ആ, ഐസ് ഫാക്ടറിയിലെ പുതിയ മോട്ടോർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇന്ന് ആളുകൾ വരുന്നുണ്ട്. നീ അങ്ങോട്ട് ചെല്ല്. ഞാൻ വരുന്നില്ല. ശരി ഡാഡി. ആ ജോണിയോ, വരൂ. ജോണിയെ മനസ്സിലാക്കാതെ തെറ്റിദ്ധാരണയുടെ പുറത്ത് നമ്മൾ തമ്മിൽ എല്ലാം എന്റെ തെറ്റാണ്. ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കരുത് പ്ലീസ്. ഇല്ല, നിങ്ങളുടെ കാര്യങ്ങൾ ഡാഡിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ എന്തുമാത്രം പാടുപെട്ടെന്നറിയാം. ആ, വേഗം പഠിച്ച് പാസ്സാകണം. എന്നിട്ട് വേണം നിങ്ങളുടെ കല്യാണം നടത്താൻ. അത് കഴിഞ്ഞാലേ എനിക്ക് ചാൻസ് ഉള്ളൂ. ഞാനൊന്ന് ഐസ് ഫാക്ടറി വരെ പോട്ടെ. ജോണി അകത്തേക്ക്. ഓക്കെ, സി. അതെയോ? ഗുഡ് മോർണിംഗ് അങ്കിൾ. ആ ജോണിയോ, വരൂ.